സജീവവും ജീവദായകമായ പുസ്തകത്തിൽ നിറയുന്ന ലോകത്തിന്റെ ജീവിതമാകുന്നു. പാപോചനക്ഷേമാക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സഹോദരരെ വരുവിൻ, ദൈവത്തിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. മരിച്ചുപോയ സഹോദരിക്ക് വേണ്ടി ദൈവാനുഗ്രഹം യാചിക്കുകയും ചെയ്യാം.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വീട്ടുകാരൊക്കെ അഭിവന്യ മാർ ജോർജ് വലിയമറ്റ പിതാവേ, പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഫൊറോന ചർച്ച് ആർച്ച് പ്രീസ്റ്റ് പെരിയ ബഹുമാനപ്പെട്ട ഷാൻചേച്ച സിസ്റ്റർ മേരി ചേക്കുവരെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇടവകാംഗങ്ങളെ, ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട സിസ്റ്റർ ട്രീസ പാലക്കൽ,
സഹോദരി സഹോദരന്മാരെ, വേർപാട് എന്നും വേദനാജനകമാണ്. എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം മരിക്കും. വിശുദ്ധ യോഹന്നാൻ 11:25 കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ച് തന്റെ ജീവിതം മുഴുവനും അവിടത്തേക്ക് സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ മേരിക്ക് എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നീണ്ട 53 വർഷക്കാലം 48 വർഷവും ആതുര ശുശ്രൂഷ മേഖലയിലൂടെ അനേകർക്ക് സ്നേഹസാന്ത്വനമായി തീർന്നു. സിസ്റ്ററിനെ ഓർത്ത് നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ സഹോദരിമാരുടെ തുടരെയുള്ള മരണത്തെക്കുറിച്ച് ഞങ്ങളുടെ സമൂഹ സ്ഥാപക പിതാവ് ധൈര്യൻ കടൽ മത്തായി അച്ഛൻ പ്രത്യുത്തരിച്ചത് ഇപ്രകാരമാണ്: പാകമായ മുന്തിരിക്കുലകൾ ഉടമസ്ഥൻ അറുത്തെടുക്കുന്നു. അതിന് നാം എന്തിനാ പേടിക്കണം? തന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ മേരി ചെറുപ്പിനെ ദൈവപിതാവ് ഈ ലോകത്തിൽ നിന്ന് സ്വർഗീയ ഭവനത്തിലേക്ക് പറിച്ചു നട്ടിരിക്കുന്നു. അഭിമന്യ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സ്നേഹസാന്നിധ്യമായി കരുതലായി അങ്ങ് എന്നും ഞങ്ങളോടൊപ്പമുണ്ട്. ഇന്നും ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി പ്രാർത്ഥിക്കുന്ന അങ്ങേക്കും പ്രൊഫഷണമ്മയുടെയും എല്ലാ സഹോദരി സഹോദരന്മാരുടെയും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെയും പേരിൽ ഏറ്റവും ആദരവോടെ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അഭിമന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിനെയും മാർ ജോർജ് ഞർമ്മക്കാട് പിതാവിനെയും നന്ദിയോടെ ഓർക്കുന്നു. തലശ്ശേരി ബിഷപ്പ് ഹൗസിൽ നിന്നും വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പാലാക്കുഴി അച്ഛനെയും ജോർജ് കാക്കനമറ്റം അച്ഛനെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. അവരുടെ ഇവിടെ വന്ന് സിസ്റ്റർ മേരി ചേർക്കപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ഷാജി അച്ഛൻ സിസ്റ്റർ മേരി ചേർക്കപ്പിന്റെ ഭൗതികദേഹം ഇവിടെ എത്തിയപ്പോൾ ഏറ്റുവാങ്ങുകയും പ്രാർത്ഥിക്കുകയും ഇന്ന് സംസ്കാര ശുശ്രൂഷയുടെ 2ാം ഭാഗം ചൊല്ലി പ്രാർത്ഥിക്കുകയും വീണ്ടും വിശുദ്ധ ബലിയിൽ പിതാവിനോടൊപ്പം സഹകാർമ്മികനായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്തിന്, കരുതല്, സ്നേഹത്തിന് എല്ലാത്തിനും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി അർപ്പിക്കട്ടെ. സംസ്കാര ശുശ്രൂഷയുടെ 1ാം ഭാഗം ചൊല്ലി പ്രാർത്ഥിക്കുകയും സിസ്റ്റർ മേരി ചേർപ്പന ഭൗതികദേഹത്തെ അനുഗമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട രഞ്ജിത്ത് അച്ഛനും സാജസ് ഭവനിൽ സിസ്റ്ററിന് വേണ്ടി ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട ജേക്കബ് കുളിക്കുന്നതിൽ അച്ഛനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇന്നലെയും ഇന്നുമായി ഇവിടെയും സാജസ് ഭവനിൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയ എല്ലാ പെരിയ ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളായ മൗണ്ട് കാർമൽ പേരാവൂർ, ഡീപ്പോൾ എടത്തൊട്ടി, അർച്ചന ഹോസ്പിറ്റൽ പെരുമുല്ല, CMC കല്ലടി, ഷേൺസ്റ്റാഡ് മടപ്പിടിച്ചാൽ, ഹോളി ക്രോസ് കല്ലുമുതിരക്കുന്ന് തുടങ്ങിയ ആശ്രമങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഏറെ സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു. ഒപ്പം ഞങ്ങളുടെ വിവിധ ഭവന സമൂഹത്തിൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ച സഹോദരിമാരെയും ഓർക്കുന്നു. അനുശോചനം അറിയിച്ച് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട ജനറാളമ്മയ്ക്കും ടീം അംഗങ്ങൾക്ക് നന്ദി അർപ്പിക്കട്ടെ. മാനന്തവാടി, താമരശ്ശേരി പ്രൊവിൻസിൽ നിന്ന് എത്തിയ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അമ്മമാരെയും ടീം അംഗങ്ങളെയും എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. പേരാവൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട മിസസ് ജാൻസി മാത്യുവിനും സഹപ്രവർത്തകർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, സഹോദര മക്കൾ, മറ്റു കുടുംബാംഗങ്ങൾ, നിങ്ങൾ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന് നിങ്ങൾ 2 സഹോദരിമാരെ നൽകി. നിങ്ങളുടെ ത്യാഗത്തെ, സമർപ്പണത്തെ ഞങ്ങൾ വിലമതിക്കുന്നു, നന്ദി പറയുന്നു. ഈ വേർപാട് ദുഃഖമുളവാക്കുന്നതാണ് എങ്കിലും സിസ്റ്ററിനെ ഓർത്ത് നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. ആയിരുന്ന ഇടങ്ങളിലെല്ലാം സ്നേഹമായി, സാന്ത്വനമായി അനേകരെ ദൈവസ്നേഹത്തിലേക്ക്, നന്മയിലേക്ക് നയിച്ചു. വിശുദ്ധിയോടെ ജീവിച്ചു. ഇന്ന് വിശുദ്ധിയോടെ, പുഞ്ചിരിയോടെ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നു. നമുക്ക് നന്ദിയുള്ളവരാകാം.
ഇന്നും ഇന്നലെയുമായി ഒത്തിരി പേര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ഇടവാങ്ങളെ, നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹമായിരുന്നു. എല്ലാ ഇടവാങ്ങളെയും പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഈ നാളുകളിൽ സിസ്റ്റർ മേരി ജേക്കബിനെ ശുശ്രൂഷിച്ച സാന്റോസ് ഭവനിലെ പ്രിയപ്പെട്ട മകനും സഹോദരിമാർ ഓരോരുത്തർക്കും നന്ദി പറയട്ടെ. ഈ തിരുകർമ്മങ്ങൾ ലൈവായി പകർന്ന പ്രിയപ്പെട്ട റോയിസിന് സഹപ്രവർത്തകർക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഏതൊരാവശ്യത്തിനും ഓടിയെത്തി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാർത്ഥതയോടെ നിസ്വാർത്ഥമായി സ്നേഹസേവനങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ട സാനി, ഷാജു, ജോസ്, സന്ദീപ്, കുര്യാച്ചൻ, കുഞ്ഞുമോൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവർക്കും ഒത്തിരി നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5:15 നീതിമാൻ എന്നേക്കും ജീവിക്കും, അവരുടെ പ്രതിഫലം കർത്താവിൻ്റെ പക്കലുണ്ട്. സ്വർഗത്തിൽ മഹിമയുടെ കിരീടം സിസ്റ്റർ മേരി ജേക്കബിനെ ദൈവം അണിയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ബഹുമാനപ്പെട്ട സിസ്റ്ററിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ തിരുഹൃദയ മക്കൾ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒത്തിരി നന്ദി. അങ്ങയുടെ സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മരിച്ചവരെ ഉറപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ ജവാബിടുത്തവനും അവിടെ ഗ്രഹിക്കുന്നതുമായ കർത്താവേ, മലിനമായ ദുരിതത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ആകാശത്തെയും ഭൂമിയുടെയും രാജാവാകുന്നു, ഇവിടെ മൃതന്റെയും നാഥൻ പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു, അത് എത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ജീവിതം പോലെ കടന്നു പോകുന്നു, മനുഷ്യന് ഭൂമിയിൽ ക്ഷേമം കൂടുന്നു. ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയും ചിന്തിക്കുന്നില്ല. എനിക്കുള്ള ശിക്ഷയെല്ലാം വിളിച്ചു തരണമേ, പാപത്തിന്റെ ശിക്ഷയത്തെ ഞാൻ തളർന്നിരിക്കുന്നു. കന്യകയുടെ കർത്താവേ, കരുണവാൻ അങ്ങയെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഇവന്റെയും മണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടം ഇന്ന് എന്നെ അണിയിക്കുവാനാകട്ടെ. വിശുദ്ധരായ വിദ്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം ഇവിടെ അമ്മയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. എനിക്ക് അന്തിമ അഭിവാദനം അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന എൻ്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രങ്ങളെ, ഞാൻ എൻ്റെ നിത്യഭവനത്തിലേക്ക് പുറപ്പെടട്ടെ.
ആണവാദങ്ങൾ കുടുംബാംഗങ്ങൾ അത് ഏറ്റുവാങ്ങുകയും ശുദ്ധിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സഹോദരിയെ പിന്തുടരാം. എന്റെ സഹോദരി, ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. വിടവാങ്ങും നീ പരിപാവനമാ ബലിവേദികളെ, വിടവാങ്ങും നീ മുറപോലിനെ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മണവിധരാകുകയും ചെയ്ത ദൈവമേ, നാമതിസായാൽ മുദ്രിതവും കുർബാനയാൽ പരിപുഷ്ടവും സന്യാസവ്രതാനുഷ്ഠാനത്താൽ അനുഗ്രഹീതമായ ഈ ശരീരത്തിന് ലോകാവസാനം വരെ വിസം നൽകേണ്ട ഈ കപടം ശുദ്ധീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് മുതൽ പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും.
സ്വഭാവണ്ട് എന്നെ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, അനുഗ്രഹത്തിന്റെ ജീവിതത്താൽ ഇയാളെ ആശ്വസിപ്പിക്കുകയും ഇക്കപ്പെടം വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിനും വിശുദ്ധാനുസരയും ആദ്യം ആമേൻ. ക്രിസ്തുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രൻ ആശ്രയം ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പോലെ അങ്ങേ ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മേരി സിസ്റ്ററെ ഇതുവരെ ഞങ്ങൾ അങ്ങേ അനുഗമിച്ചു. ഇനി ദൈവത്തിന്റെ മാലാഖമാർ നമ്മെ അനുഗമിച്ചുകൊള്ളും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്നൊരു ചെയ്ത ദൈവം ഈ ദിവസത്തിൽ അമ്മയെ ഉയർപ്പിച്ച് തന്റെ പ്രതിഭാഗത്ത് നിർത്തട്ടെ. ഈ അധ്വാനങ്ങൾക്കും ക്ലേശങ്ങൾക്കും ത്യാഗപരമായ സന്യാസജീവിതത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പശ്ചാത്തപിക്കുന്ന പാപികളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന കാലമനായ കർത്താവേ, മരിച്ചവരെ വിസ്തീരിക്കുകയും മലഹമരുടെ കൂടെ സ്വർഗത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇവന്റെ മൃതന്റെ നാഥനും പിതാവുമേ സർവേശ്വരായ എന്നേക്കും. പ്രിയപ്പെട്ട സിസ്റ്ററോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും പ്രാർത്ഥനയെല്ലാം പ്രകടിപ്പിക്കാവുന്ന സമയമാണ്. അന്ത്യബലിയാഗം അർപ്പിക്കാം. 2 ലൈനായിട്ട് മുമ്പോട്ട് കയറി വന്ന് മൃതദേഹത്തിന്റെ പൂർത്തിക്കാൻ സമർപ്പിക്കുകയും സൈഡിലേക്ക് മാറി നിൽക്കുകയും ചെയ്യും. വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. പറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകൾ അറവിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനടഞ്ഞിടും അന്തിമനാളിൽ
മനുഷ്യരെ അങ്ങ് പുള്ളിയിലേക്ക് വിരിതിരിക്കുകയും നമ്മൾ പശ്ചാത്തലയ്ക്ക് നിന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങേക്കായിരം മത്സരങ്ങൾ അസ്തമിച്ചൊരു ദിവസം പോലെയും രാത്രിയുടെ യാമം പോലെയുമാകുന്നു. ലോകത്തിൽ മനുഷ്യൻ ജീവിതം കിനാവ് പോലെ കടന്നു പോകുന്നു. രാവിലെ പൂവിടുകയും വൈകുന്നേരം വാടിത്തളരുകയും ചെയ്യുന്ന വയലിലെ പുഷ്പം പോലെ തന്നെ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസിയെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രദേശിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സത്യവിശ്വാസത്തോടെ മരണം പ്രാപിക്കുന്നവർക്ക് പ്രകാശപൂർണമായ പുനരുത്ഥാനം വാഗ്ദാനം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്നും വ്യാപിച്ചുപോയ പ്രിയപ്പെട്ട മേരി സിസ്റ്ററിനെ മഹനീയമായ ഉയർപ്പും അനുസരമായ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇയാൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് മാലാഖമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് പ്രിയപ്പെട്ട നെച്ചസിനെ സ്വീകരിക്കണമേ. ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് കൃഷ്ണനെ ബഹുമാനിക്കുകയും കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പ്രസാദഫലം ഞങ്ങളിൽ വസിക്കുകയും ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ